ചാലിങ്കൽ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻസുകൾ അറിയിക്കണം. അപ്പോൾ നല്ലതും ചീത്തയായ നല്ല കമൻസുകൾ എന്താ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻസായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ വിക്സ് തുളസിയാണ്. ഇത് വിക്സിൻ്റെ മണമാണ്. നമുക്ക് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന നല്ല വിക്സിൻ്റെ ഗുണം ചെയ്യുന്ന ഒരു നല്ല പ്ലാന്റ്, മെഡിസിൻ പ്ലാന്റാണ്. ഇത് 40 രൂപ. നമ്മൾ പൂച്ചെടികളൊക്കെ നടുന്ന കൂട്ടത്തിൽ, പൂന്തോട്ടം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ വീടിന് ആവശ്യമുള്ള കുറച്ച് നല്ല പ്ലാന്റുകളും മെഡിസിൻ പ്ലാന്റുകളും കൂടെ ആവശ്യമാണ്. ഒന്ന് വയ്ക്കുക. അടുത്തത് പുതിനയാണ്. നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്ന ഏറ്റവും നല്ല ചെടിയാണിത് പുതിന. ചിലപ്പോൾ നമ്മൾ കമ്പൊക്കെ തലപ്പ് കൊണ്ടുവരുമല്ലോ, കടകളിൽ നിന്ന് വാങ്ങിച്ച് വരും, ചിലപ്പോൾ കുത്തുമ്പോൾ പിടിക്കില്ല. ഇത് റൂട്ടഡ് പ്ലാന്റാണ്. 40 രൂപ. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ളതാണിത്. പച്ചക്കറികളൊക്കെ വയ്ക്കുന്ന കൂട്ടത്തിൽ ഇത് നമുക്ക് വെച്ച് പിടിപ്പിക്കണം. ഇത് മധുര തുളസിയാണ്. അതും നമ്മുടെ ഒരു മെഡിസിൻ പ്ലാന്റാണ്. നമുക്ക് ഷുഗറിനൊക്കെ ഉപയോഗിക്കും തോന്നും. ചായയിലൊക്കെ ഇതിട്ട് കുടിക്കാറുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ പ്ലാന്റുകൾ നമ്മുടെ വീട്ടിൽ നിർബന്ധമായി വളർത്തേണ്ട പ്ലാന്റുകളാണ്. ഈ മെഡിസിൻ പ്ലാന്റൊക്കെ 40 രൂപയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അടുത്തത് മരിക്കൊളുന്താണ്. നല്ല ഭംഗിയായിട്ടൊക്കെ, എന്ത് മണോ അത്. നമ്മുടെ പൂമാലകളിലൊക്കെ, കല്യാണമാലകളിലൊക്കെ കെട്ടിയിടാം. നമുക്ക് ഈ ഭഗവാനെ നമുക്ക് കെട്ടിയിടാം, പൂമാല കെട്ടുന്ന കൂട്ടത്തിൽ കെട്ടിയിടാം. പിന്നെ അതിന് അഴകായിട്ട് നമുക്കിതിനെ വീടുകളിൽ വളർത്തി നിൽക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റാണ് മരിക്കൊളുന്ത്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ട്, കുറച്ച് പ്ലാന്റേ ഉള്ളൂ. ഇതിന് 40 രൂപ. അടുത്തത് വെർബീന പ്ലാന്റാണ്. അതിൻ്റെ 3 കളർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഫ്ലവർ ഉള്ള ഉണ്ടോ, ചെടി ഉണ്ടോ ചോദിക്കും. അപ്പോൾ അത് വെർബീനയാണ്. അത് കുറച്ച് പ്ലാന്റ് തന്നെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇത്രയും പോകുന്ന പ്ലാന്റാണ്. വലിയ പ്ലാന്റാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് 3 കളറാണുള്ളത്. നല്ല നിങ്ങൾക്കത് കട്ട് ചെയ്ത് പിടിപ്പിച്ച് വയ്ക്കുന്നവർക്ക് നിറയെ പ്ലാന്റ് ഉണ്ടാക്കാം. അതിനൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഇത് വയലറ്റ്, ഇത് റെഡ്, ഇത് വയലറ്റ്. ഇതൊക്കെ വലിയ പ്ലാന്റാണ്. ഇത്രയും വലിയ പ്ലാന്റുകളാണ്. വെർബീന നല്ല ഭംഗിയായിട്ട് അത് പൂത്തൊലിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. നമുക്കിത് അറയിലും വയ്ക്കാം, ചട്ടിയിലും വയ്ക്കാം, ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാം. അത് നല്ല ഭംഗിയാണ് പൂത്ത് കാണാൻ. കട്ട് ചെയ്ത് വിടുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ തളിര് പുതിയതായിട്ട് വന്നിട്ട് അതിലൊക്കെ പൂ വരുമ്പോൾ ഒരു ബുഷായിട്ട് നിൽക്കും. ഇത്ര നല്ല പ്ലാന്റാണ്. അതിന് 70 രൂപയാണ് റേറ്റ്. കുറച്ച് പ്ലാന്റേ ഉള്ളൂ. വേണ്ടവർ വേഗം ചോദിച്ചോളൂ കേട്ടോ. അടുത്തത് ബേബി സൺറോസിൻ്റെ നല്ല ഹെൽത്തിയായ നല്ല വലിയ പ്ലാന്റാണ്. കുറച്ച് അത്രയും പ്ലാന്റാണ്. നമ്മൾ ഒരു ഷൂട്ട് വെച്ചിട്ട് തന്നെ അത് 50-60 രൂപയ്ക്ക് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയ പ്ലാന്റാണ്. ഇത് കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അത് എണ്ണം പോലെ ഉള്ളൂ. ഒരു 9 പ്ലാന്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ, അത്രയേ ഉള്ളൂ. അതിന് 90 രൂപയാണ്. വലിയ പ്ലാന്റാണ്. നിങ്ങൾക്കിത് കട്ട് ചെയ്ത് ഇതും അതുപോലെയൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് നിറയെ പ്ലാന്റ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റാണിത്. കുറച്ച് പ്ലാന്റേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യക്കാർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ലോ, അങ്ങനെ സങ്കടം പറയേണ്ട അവസ്ഥ വരണ്ട. അപ്പോൾ ചോദിച്ചോളൂ വേഗം. അടുത്തത് യൂഫോർബിയ ഉണ്ട്. അത് മുള്ളില്ലാത്ത യൂഫോർബിയ. ഇതിന് എന്തോ പേര് കൂടിയുണ്ട്, മുള്ളില്ല. അങ്ങനെ നല്ല പൂക്കൾ വന്നിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം. മറ്റേതൊക്കെ മുള്ളൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ കുത്തിയിട്ടും അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് ആ ഒരു പ്രശ്നമില്ല. നല്ല മുള്ളില്ലാത്ത നല്ല നിറയെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതും വളരെ നല്ല ഹെൽത്തി പ്ലാന്റാണ്. വലിയ പ്ലാന്റാണ്. ഇത്രയും പ്ലാന്റാണിത്. അതിന് പൂക്കളൊന്നും നല്ല ഭംഗിയാണ്. വേനൽക്കാലമായി നല്ല പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതിന് 70 രൂപ. അടുത്ത റോസ്മേരിയാണ്. റോസ്മേരി കുറേ ആയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഫോൺ ചെയ്തൊക്കെ ചോദിക്കാൻ, റോസ്മേരി ഉണ്ടോ, എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. റോസ്മേരി ഇത്ര സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് പ്ലാന്റ് ഉണ്ട്. നമുക്ക് മുടിയിൽ എണ്ണ വെച്ച് തേക്കാൻ ഇതിൻ്റെ റോസ്മേരിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ പൂവും പിന്നെ കറ്റാർ വാഴയും എല്ലാം കൂടി കയ്യോന്നി അത് അങ്ങനെ എല്ലാം കൂടിയിട്ട് നീലയമരിയും ഒക്കെ കൂടി എണ്ണ കാച്ചി തേച്ചാൽ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന നല്ല പ്ലാന്റാണ്. ഇതിൻ്റെ വെള്ളം വെച്ചും കുടിക്കാറുണ്ട്. ചായ ഉണ്ടാക്കി കുടിക്കാം. നമ്മുടെ ശരീരത്തിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നല്ല പ്ലാന്റാണിത്. ഇത് നമ്മൾ ഒരു ചട്ടിയിലാക്കി നമ്മുടെ വീടിനകത്ത് വെച്ച് വീടിനകത്ത് നല്ലൊരു മണം, പോസിറ്റീവ് ആയിരിക്കും മണം. അത്രയും ഒരു നമുക്ക് ഇഷ്ടം തോന്നുന്ന മണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു മെഡിസിൻ പ്ലാന്റ് അത് നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും നമ്മളൊന്ന് വെച്ച് പിടിപ്പിക്കേണ്ട പ്ലാന്റാണ് റോസ്മേരി. ഇതപ്പോൾ കുറച്ച് പ്ലാന്റ് വന്നിട്ടുണ്ട്. 100 രൂപ.
യുജീനിയാണ് നമ്മൾ അടുത്തത്. ഇത് നല്ല വെയിൽ വരുമ്പോൾ ഇതിൻ്റെ ഇല അങ്ങനെ ചുമപ്പായിട്ട് നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റാണത്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല പ്ലാന്റാണ്. ഇതിന് 60 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റുകൾ. അപ്പോൾ നമ്മുടെ GPay ആണ് പേയ്മെൻറ്റ് മോഡ്. DTDCയും പ്രൊഫഷണൽ കൊറിയർ വഴി നമ്മൾ പ്ലാൻസൊക്കെ അയക്കുന്നത്. പിന്നെ പോസ്റ്റലിൽ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ പോസ്റ്റലിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്ലാൻസുകൾ ഉറപ്പാക്കുക. ഇഷ്ടമുള്ളവർ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മതിന് താഴെ കൊടുക്കുന്നുണ്ട്, വീഡിയോന് താഴെ കൊടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് കാറ്റലോഗിൽ കയറി അതിൽ കുറച്ച് പ്ലാന്റാണ് ചെറിയ വിലയ്ക്ക് തന്നെയാണ് എല്ലാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാന്റൊക്കെ ചെറിയ ചെറിയ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റുകൾ ഉറപ്പാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.